നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസത്തെ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, വീണ ചേച്ചി ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആധികാരികമായിട്ട് വീഡിയോ ചെയ്യാനൊന്നും ഞാൻ ആരൊന്നുമല്ല, പക്ഷേ ഞാൻ നമ്മുടെ വീഡിയോ, അതായത് എൻ്റെ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. പ്രത്യേകിച്ചും വിസ്മയയുടെ മരണം, അതിന് ശേഷം ഉണ്ടായിരുന്ന 2 കുട്ടികളുടെ മരണം, അതിന് മുൻപുണ്ടായിരുന്ന ഉത്തരയുടെ മരണം, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ, പേരറിയാത്തവരും നമ്മളറിയാണ്ട് പോലും പലരും മരണപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വിസ്മയയുടെ മരണമാണ് ആകെ നമ്മളെ പിടിച്ച് ഒലിച്ചിട്ടുള്ളത്. പേഴ്സണലായിട്ടുള്ള ഒരു യുദ്ധമല്ലേ, ഓരോരുത്തരും അവൻ നയിക്കേണ്ട യുദ്ധമല്ല, അവനവൻ്റെ സപ്പോർട്ട് സിസ്റ്റം വെച്ചിട്ട് അതില് ഒരു സംഘയുദ്ധത്തിന് ഇതിന് ഒരു പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അല്ല. ഞാൻ ഇപ്പോൾ അവരുദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിത സിറ്റുവേഷനിൽ നിന്ന്, അതിൽ നിന്നും ആദ്യത്തെ കല്യാണത്തിൽ നിന്ന് നമുക്ക് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇട്ടിട്ട് വന്നു അല്ലേ. ഇതേപോലെ നമുക്കിപ്പോൾ ഒരു നല്ലൊരു ജീവിതം കിട്ടി. അപ്പോൾ പല പെൺകുട്ടികളും ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ചേച്ചി എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ റീസൺസ് പലതാണ് അവർ പറയുന്നത്. ഒന്നാമത്, ചില കുട്ടികൾ വളരെ പാവപ്പെട്ട, കാരണം എനിക്ക് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത്, വീണയ്ക്ക് കുറേ പൈസ ഉണ്ടായിരുന്നു, വീണയുടെ അച്ഛന് പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പൈസ മാത്രമല്ല, പൈസ ഉള്ളവരും ഇല്ലാത്തവരും എടുക്കുന്ന ഡിസിഷനാണ് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എന്നെ കല്യാണം കഴിച്ച് വിട്ടു, പക്ഷേ ഞാനിങ്ങനെ കല്യാണം കഴിച്ച് പോയ സ്ഥലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അനുഭവിച്ചൊന്നും ഒന്നുമല്ല എന്ന്. ഒരുപാട് പേരുടെ മെസ്സേജസ് വായിക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്, കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ, എന്നെ കല്യാണം കഴിച്ച് വിട്ടു, അച്ഛനും അമ്മയും സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസയും എല്ലായിടത്തും കല്യാണം കഴിച്ച് വിട്ടിട്ട് ഞാൻ വീണ്ടും ആ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അവരെങ്ങനെ സ്വീകരിക്കുമോ എന്നറിയില്ല. മാത്രമല്ല, എൻ്റെ താഴെ അനിയത്തി കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അനിയന്മാരുണ്ട്, അല്ലെങ്കിൽ ചേട്ടന്മാരുണ്ട്, അവരെ വിവാഹത്തിന് അത് ഞാനൊരു തടസ്സമാകും. അതുകൊണ്ട് കുറേ പേര് സഹിച്ചു കഴിയുന്നുണ്ട്. ചിലവർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേമിച്ച് കല്യാണം കഴിച്ച് പോയതാണ് ചേച്ചി. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച് പോയതാണ് ചിലവർ നടത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എടുത്ത തീരുമാനം തെറ്റാന്ന് മനസ്സിലാക്കുമ്പോഴും എൻ്റെ തീരുമാനമല്ലേ, അതുകൊണ്ട് ഞാൻ സഹിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പലർക്കും പല കാരണങ്ങളുണ്ട്. ചില പേരൻസ്, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, ചിലവർ പറഞ്ഞു വെച്ചാൽ, മോളെ സഹിച്ച് ജീവിക്കൂ, എന്തായാലും കല്യാണം കഴിച്ച് കൊടുത്തതല്ലേ, സൊസൈറ്റീനെ എന്ത് പറയും, നീ വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ എന്ത് പറയും, അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ട്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, 1% ആയിരിക്കാം, പക്ഷെ അങ്ങനത്തെ പേരൻസും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതൊക്കെയാണ് സൊസൈറ്റീനെ, അച്ഛനമ്മേനെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചിട്ട് അങ്ങനെ എല്ലാം കടിച്ചു പിടിച്ച് സഹിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ കൂടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, ചിലപ്പോൾ നമ്മൾ അറിയപ്പെടാത്തതായിരിക്കാം. പക്ഷേ 1 വർഷം 2 വർഷമായി ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ട്. അതിനുശേഷം എനിക്ക് വരുന്ന ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഒരു മെയിൽ, വലിയൊരു മെയിൽ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ എത്ര മക്കളാണ്, എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ധൈര്യം ഇല്ല? എഡ്യൂക്കേറ്റഡ് ആണ്, ഇപ്പം നമ്മൾ പറയാം സാക്ഷര കേരളമാണ്, കേരളത്തിലെ പോലെ സാക്ഷരത വേറെ എവിടെ ഇല്ല നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ അല്ലേ. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടികൾ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല? എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനെത്ര ഈ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ അമ്മയുടെയും പീഡനങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സഹിച്ച് അത് പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ്ട് എന്തിനാ മക്കളെ നിങ്ങളിങ്ങനെ അവസാനം ഒരു സാരിയുടെ തുമ്പിലോ ഒരു കയറിലോ നിങ്ങളുടെ ജീവിതം ഒടുക്കുന്നതാണ് എൻ്റെ ചോദ്യം. ഇമോഷണൽ എന്ന് വെച്ചാൽ, ഞാൻ മിനിയാന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം പിന്നെ ടി വി ഇല്ല നമുക്ക്. പിന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് വരുന്ന പിന്നെ അടുത്ത തൂങ്ങി മരണം, അത് കഴിഞ്ഞ് പിന്നെ തീ വെച്ച് മരിക്കുന്നു. അങ്ങനെ മിനിയാന്ന് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നെന്ന് പറഞ്ഞിട്ട് നമ്മളും ഇതിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ചേച്ചി ഒന്ന് റിയാക്ട് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആരുമില്ല റിയാക്ട് ചെയ്യുന്നത്. ഒരുപാട് വലിയ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയാക്ട് ചെയ്തുകൊണ്ട് എന്ത് കാര്യം? ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് എന്താ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഒരാൾക്കെങ്കിലും ഇപ്പം മറ്റേ വീഡിയോ ഇട്ടുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു 100 പേരെങ്കിലും ആ ഡിസിഷൻ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കുറേ കുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2ാമത്തെ മാരേജ്, സെക്കൻഡ് മാരേജ്, അതായത് ഡൈവേഴ്സ് എന്നുള്ളൊരു പാപമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാപാതകം ചെയ്യുന്ന പോലെയാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇപ്പം ശരി,
ഒരു 21 അല്ലെങ്കിൽ 22 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇപ്പം നമ്മൾ പറയും പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു പറയില്ലേ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണെങ്കിലും നമുക്ക് ഇവരുടെ മനസ്സും തുറന്നു നോക്കാനൊന്നും പറ്റില്ല മക്കളെ. ഇപ്പം നമ്മൾ പക്വതയില്ലാത്ത പ്രായമാണ് ഒന്നാമത്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത്. ഈവൻ പാരൻസ് ആണെങ്കിലും ശരി പൊതുവെ അന്വേഷിക്കും ആ പയ്യനെ പറ്റിയുള്ള സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പയ്യൻ്റെ ജോലിയും സ്വഭാവമൊക്കെ അന്വേഷിക്കുമെങ്കിൽ പോലും ഒരു ജീവിതം തുടങ്ങുമ്പോൾ മാത്രമാണ് ഒരാളുടെ ശരിയായ സ്വഭാവം പുറത്തു വരുള്ളൂ. അതിപ്പോൾ പ്രേമവിവാഹമാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും. ഇപ്പം ഞാനും ജാൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും കല്യാണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നത്. എൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് ആണെങ്കിലും ജാൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് ആണെങ്കിലും ഈവൻ പോസിറ്റീവ് പോയിന്റ്സ് ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രേമിച്ചുകൊണ്ട് മാത്രം നിങ്ങളൊരു വലിയ മഹാപാതകം ചെയ്തു എന്നൊന്നും വിചാരിക്കരുത്. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ പാരൻസിൻ്റെ സപ്പോർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാരൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചിലവരൊരു കടമ പോലെയാണ്. കുറച്ച് 23 വയസ്സായി അവളെ കല്യാണം കഴിച്ച് കൊടുക്കണം. കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എല്ലാവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് പേരെ പറ്റി മാത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു 7 വർഷമായിട്ട് കൂടെ താമസിച്ചിട്ട് അവർ ഈ പറഞ്ഞ പോലെ അമ്മേനെ അച്ഛനെ വിഷമിപ്പിക്കേണ്ട, അവർ സ്വർണവും ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ മുഴുവൻ എടുത്ത് കല്യാണം കഴിച്ച് കൊടുത്ത് വിട്ടിട്ട് പിന്നെയും ഈ നരകയാതന അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞ് കുട്ടി അടക്കി പിടിച്ചിരുന്നു. പക്ഷെ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഒരു ദിവസം ഇറങ്ങി വീട്ടിലോട്ട് വന്നു. അതിനുശേഷം ആ കുട്ടിക്ക് ഡിപ്രഷൻ പോലെയായി. കാരണം അമ്മ പറഞ്ഞു നാട്ടുകാരെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ വക ടോർച്ചറിങ് വേറെ. അതിനുശേഷം ആ കുട്ടി പറഞ്ഞു എനിക്കൊരു ഡിപ്രഷൻ പോലെ തോന്നുന്നു, എനിക്ക് സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അയ്യോ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറ്റില്ല, ഒരാളുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാനും ഒന്ന് മനസ്സ് തുറന്ന് കൗൺസിലിംഗ് ആളുടെ അടുത്ത് പോകണമെന്ന് പറയുമ്പോഴും അത് ഭ്രാന്താന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നാണക്കേടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് പറയാൻ ഒരാള്, ഞാൻ പറഞ്ഞില്ലേ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു കൊളീഗോ, പാരൻസ് ആണെങ്കിൽ അത്രയും നല്ല കാര്യം. പക്ഷെ പല പാരൻസും ഫ്രണ്ട്സ് അല്ല എന്നുള്ളതാണ് വലിയൊരു കഷ്ടം. അപ്പോൾ നമ്മുടെ മക്കളെ ജീവിക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉയരങ്ങളിലോട്ട് അങ്ങ് പറന്നു പൊക്കോട്ടെ. എന്തിനാണ് ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ തളച്ചിടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മൾ രണ്ട് തരത്തിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നീ ഭയങ്കര ഇമോഷണലാണ്, നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ഇപ്പോൾ ആ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഞാനാണെന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഓരോ പെൺകുട്ടികളും ഇപ്പോൾ ആ കുട്ടികളുടെ രൂപം നമ്മുടെ കണ്ണിൽ നിന്ന് പോകണില്ല. ഇപ്പോഴും ആ മനസ്സിൽ അതാണ്. എനിക്കറിയില്ല ഇത്രമാത്രം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്തിട്ടുള്ള വേറെ കാര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് ആ പ്ലേസിൽ എന്നെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. കാരണം അത്രയൊന്നും അനുഭവിച്ചില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മളെല്ലാവരും സപ്പോർട്ടുള്ള കാരണമാണ് എനിക്ക് ആ ഒരു ബ്രേവ് ആയുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റിയത്. അപ്പൊ അതിന് പറ്റാത്ത കുട്ടികളാണ്. ഞാനിപ്പോ എൻ്റെ ചോദ്യം പലപ്പോഴും അങ്ങനെയാണ്. ഈ നമ്മൾ ഒരു ഡിസിഷന്റെ പുറത്ത് ആ ഡിസിഷൻ എടുത്തത് നമ്മളായതുകൊണ്ട്, അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ എടുത്ത ഡിസിഷൻ ആയതുകൊണ്ടും അത് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ അത് തിരുത്താൻ ഏത് സമയത്തായാലും അതിന് നമ്മൾ തയ്യാറാവുന്നല്ലേ. ഇപ്പൊ വീണേനെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ശരിയായ ഡിസിഷൻ ആണോ എന്ന്. എനിക്ക് പക്ഷെ ഞാൻ പറയുന്നു, എൻ്റെ ഇൻഫർമേഷൻ, എനിക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് ഞാൻ എടുക്കുന്ന ഏറ്റവും ശരിയായ ഡിസിഷൻ. അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്, എൻ്റെതായ നങ്കൂരങ്ങളുണ്ട്, എൻ്റെതായ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. പക്ഷെ ഇതെല്ലാം തെറ്റാം. നാളെ വർക്കൗട്ട് ചെയ്തില്ല എന്ന് വരാം. ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇത് ഇനിയും ഇപ്പോൾ ഞാൻ ഇപ്പോഴും വീണോട് പറയാറുണ്ട്, 15 വർഷം കഴിഞ്ഞിട്ടും 16 വർഷം കഴിഞ്ഞിട്ടും ഒക്കെ ഡിവോഴ്സ് ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത പലതും ഇനിയും കാണും. ഇതുവരെ നമ്മളറിയാത്ത നമ്മൾ ഇനിയും അറിയും അല്ലേ. അപ്പോൾ അതനുസരിച്ച് അന്നന്നേക്ക് ശരിയെന്ന് തോന്നുന്നത് ഇന്നലകളെ മുഴുവൻ തുടച്ചു നിൽക്കുന്ന രീതിയിലുള്ള ശരികളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് തോന്നാറുള്ളത്, എന്തൊക്കെ ചെയ്താലും ജീവിതം ഇനിയും ബാക്കിയാണ് അല്ലേ. ലൈഫ് ഈസ് സ്റ്റിൽ റിമൈനിങ്. ആ ജീവിതം ഇനിയും ബാക്കിയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മഹാരോഗം പിടിച്ചു, നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ചില ദിവസങ്ങളുണ്ടാവും. ആ ദിവസങ്ങൾ ആഘോഷിക്കാനും മറ്റു ദിവസങ്ങളിൽ വേദന എടുക്കുന്ന ദിവസങ്ങളിൽ വേദനയോടെ ജീവിക്കാനും നമ്മൾ തയ്യാറാവുണ്ട്. വാട്ട് എവർ ദ ക്രൈസിസ് ഈസ്, ദ ലൈഫ് ഈസ് സ്റ്റിൽ ദെയർ. അല്ല, വലിയ വലിയ ക്രൈസിസുകളാണെന്ന് നമ്മൾ തോന്നിയിരുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനാണെങ്കിൽ അതിലും വലിയ ക്രൈസിസ് വരുമ്പോൾ ഒന്നും ആയിരുന്നില്ല എന്ന്. അല്ല, ഞാൻ അതിന് ലഘൂകരിക്കാൻ പറഞ്ഞല്ല, പക്ഷേ
there are second chances, third chances, fourth chances everywhere. നമ്മൾ ആരും ഒരു വിമാനമൊന്നല്ലല്ലോ പറത്തുന്നത്. ഒരു സാധനം അങ്ങ് ഇത് ചെയ്താൽ ഇടിച്ചിറങ്ങിയ ജീവൻ പോകാൻ മാത്രം. അല്ലെങ്കിൽ വി ആർ നോട്ട് സർജൻസും അല്ല, മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ആൾക്കാരും അല്ല. നമുക്ക് സാധാരണക്കാർ മാച്ചെഴുതാവുന്ന സ്ലേറ്റുകളാകുന്ന ജീവിതങ്ങളുള്ളവർ. അപ്പം ഇന്നലെ വിളിച്ചപ്പോൾ അച്ഛൻ പറയായിരുന്നു, എൻ്റെ മോളെടുത്ത ഡിസിഷനിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞു ഇന്നലെ. അപ്പോൾ ഞാൻ എന്ത് വെച്ചാന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഇതേപോലെ കണ്ടില്ലേ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിലും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ മോൾ അന്ന് അങ്ങനത്തെ ഒരു ബ്രേവ് ഡിസിഷൻ എടുത്ത കാരണമാണ് എൻ്റെ മോളിപ്പോൾ നന്നായിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, ഞാനും കരഞ്ഞു. അപ്പോൾ ഒരു പാരൻസിനും അത് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം 2-3 കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, കല്യാണത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നു, സെക്കൻഡ് മാരേജിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ചേച്ചിയുടെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് അതിനുള്ള കരുത്ത് കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഡൈവേഴ്സ് ഫയൽ ചെയ്തു. അപ്പോൾ പാരൻസ് കൂടെ നിന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട് കൂടെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാൻ ഡൈവേഴ്സിനെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ. ഡൈവേഴ്സിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഇത് മുന്നോട്ട് പോകാതിരിക്കുക. നമ്മുടെ മനസ്സിനെ ആദ്യം നിങ്ങൾ കേൾക്കുക. മനസ്സ് പറയുമല്ലോ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അന്ധമായി ചില കുട്ടികൾ സ്നേഹിക്കും ഭർത്താക്കന്മാരെ. അത് ശരിയാവും, കുറച്ചും കൂടെ കഴിയുമ്പോൾ ചേട്ടാ ശരിയാവും. ചിലർ പറയും കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ ഭാവിനെയും കൂടിയാണ് നമ്മളത് അവിടെ എന്താ പറയുക ഒരു വല്ലാത്തൊരു ചോദ്യമാക്കുന്നത്. അപ്പം നമുക്ക് സ്വയം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൊച്ചിനെയും കൂടെ അവിടെ ഉള്ളിലോട്ട് കയറ്റുന്ന പോലെ. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് തോന്നും ആ സമയത്ത് കട്ട് ചെയ്ത് കളയുക. വേറെ നമ്മുടെ ജീവിതം ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഒരു എന്താ പറയുക തൂങ്ങി മരിക്കാനുള്ളതോ അല്ലെങ്കിൽ തീ കൊളുത്തി മരിക്കാനുള്ളതോ അല്ല നമ്മുടെ ജീവിതം. അത് മക്കളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളതും ഈ ചെറുപ്പത്തിലേ തന്നെ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കാതിരിക്കുക. അവർക്കൊരു സ്വന്തം കാലം നിൽക്കാനുള്ളൊരു വഴിയായതിനു ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾ പറയും അതിപ്പോൾ അവർ ഓരോരുത്തരുടെ ആഗ്രഹ ഇഷ്ടങ്ങളല്ലേ. ഞാൻ പറയണത് ഇപ്പൊ കുട്ടികൾ പറയണ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് കുട്ടികളെ വളർന്നു വരുമ്പോ തന്നെ വിവാഹം അല്ലെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തോട് കൂടിയാണ് വളർത്തുന്നത്. പെൺകുട്ടികളെ വളർത്തുമ്പോൾ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതാണ്, അപ്പൊ അവിടെ ചെന്ന് എങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇതൊക്കെ ശീലിക്കണം, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, അവര് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും അല്ല അത് പാരന്റ്സ് എന്നുള്ള നിലയിൽ അത് ജീവിതത്തിന്റെ ഒരു പ്രമുഖ ഭാഗം എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തി വിവാഹത്തിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ കാണിച്ചു കൊടുത്ത് വിവാഹം സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ അത്രമേൽ ഇമ്പോർട്ടൻസ് അതിനും ഒരുപക്ഷെ ഒന്നാമത് വേണ്ടത് നാട്ടുകാർ മുഴുവൻ വിളിക്കുന്ന സദ്യക്ക് ഉണ്ടാൻ ചെല്ലാതിരിക്കണം. എക്സ്ട്രീം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ജാനേ, അത് മൊത്തത്തിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം. നമുക്കൊരു വീട്ടിൽ നമുക്കൊരാൾ വിചാരിച്ചാൽ നമ്മുടെ മക്കളുടെ കല്യാണം നടത്താതിരിക്കാം, നമ്മളെ മക്കളുടെ കല്യാണം നടത്താതിരിക്കാം. ശരിയാണ്. ഒരാൾ വിചാരിച്ചാൽ വിളിക്കുന്ന ഒരു സദ്യക്കും പോകാതെ നമ്മുടെ കയ്യിലാണ് അല്ലേ? അപ്പോൾ വിവാഹം എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ഒരു ക്ലോസ് ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ എന്താ പറയുക ആഘോഷം നടത്തുന്നു, അതിലേക്ക് വിളിച്ചാൽ എനിക്ക് സൗകര്യമില്ല, സോറി. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ വിസ്മയയുടെ വിവാഹം വലിയ ആർഭാടപൂർവ്വം നടത്തിയതല്ല അല്ല. ഞാൻ പറയുന്നത് രണ്ടുപേരും അന്യോന്യം അറിയില്ല കാര്യമായിട്ട്, എങ്ങനെ ഇരിക്കുന്ന ഏത് തരം ബന്ധങ്ങളിലേക്കാണ് ചെന്നുപെടുന്നതെന്ന് അറിയില്ല. ആഘോഷങ്ങൾ വേണ്ടത് ഒരു വലിയ വിജയത്തിന് ശേഷമാണ്. ആ വിജയം തുടങ്ങാൻ പോകുന്ന ഒരു ബന്ധത്തിന്റെ പുറത്തല്ല വിജയം ആഘോഷിക്കേണ്ടത്. ആ വിജയം ആഘോഷിക്കേണ്ടത് ഒരു 25 വർഷത്തെ ദാമ്പത്യം കഴിഞ്ഞ് കുട്ടികളൊക്കെ. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കൂ. അച്ഛൻ്റെയും അമ്മയുടെയും പല അച്ഛനമ്മമാരുടെ ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കല്യാണം ആർഭാടമായി നടത്തി കൊടുക്കണം, അതിനുശേഷം അതിൽ ആ ഡ്രീംസിന്റെ കടക്കൽ കത്തിവെക്കാനാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്നോടും ഇപ്പൊ താങ്കളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ വന്നിട്ട് ഉപദേശിച്ചു, അങ്ങനെ അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് യാതൊരു ഇതുമില്ലേ, നീ തന്നെ സ്വയം തീരുമാനം എടുക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതമല്ലേ, അച്ഛനും അമ്മയും ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്ന പങ്കാളിയോടൊത്ത് എത്ര നാൾ ജീവിക്കാൻ സാധ്യതയുണ്ട്? മിക്കവാറും ഞങ്ങൾ രണ്ടാളും വേറെ ആയിരിക്കും താമസിക്കുക, അവർ വേറെ ആയിരിക്കും താമസിക്കുക. തീരുമാനങ്ങൾ ഞാനെടുത്ത് പഠിച്ചാലല്ലേ എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാവുള്ളൂ. ഈ ബന്ധം ശരിയായില്ല എന്ന് വയ്ക്കുക. അപ്പോൾ അതുവരെ ഞാനെടുത്ത തീരുമാനങ്ങളിലെ ഘടകങ്ങൾ നോക്കിയാൽ ഈ വക ഡിസിഷൻസ് എടുത്ത് തെറ്റി, അപ്പോൾ അടുത്തത് ശരിയാക്കാൻ എനിക്ക് ശ്രമിക്കാം. അത് ഇന്നേ വരെയുള്ള വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളിൽ ഞാൻ
പെരുമാറിയ രീതികൾ ശരിയായിരുന്നില്ല. അതുകൊണ്ട് ഇനി ഒരാളോട് പെരുമാറുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കാം. എപ്പോഴും ഒരേ തെറ്റ് തന്നെ ആവർത്തിച്ചാൽ എനിക്ക് അതിൽ കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ അത് എടുക്കാൻ എൻ്റെ 25-ാമത്തെ വയസ്സിലോ 6-ാമത്തെ വയസ്സിലോ ഞാനത് എടുത്തില്ലെങ്കിൽ പിന്നെ ഏത് വയസ്സിലാണ് ഞാൻ എടുക്കുക? എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിനോ? അതൊരു വലിയ ഇതില്ലേ? അതല്ല, അത് അങ്ങനെ ഇപ്പൊ ഒരു ജാൻ ജോഷിനെ പോലെ എത്ര കേരളത്തിലുണ്ടാവും? അത് ജാൻ ജോഷിനെ പോലെ മറ്റുള്ളവര് ഒരാള് വന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു കല്യാണം ആലോചിക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടീനെ അറിയുന്ന ഒരു കുട്ടി ആണെങ്കിൽ പോലും 10 പേര് വന്നിട്ട് പറയാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ ഈ സ്വയം വിശ്വാസമില്ലാത്തവ മറ്റുള്ളവരെ വാക്കിന് വിശ്വസിക്കുന്ന ആൾക്കാർ ഉള്ള സമൂഹത്തിൽ എങ്ങനെയാണ് നടക്കുക? അല്ല, ഇപ്പൊ ഞാൻ അത് എനിക്ക് മാധവിക്കുട്ടിയുടെ ഒരു ഉപമയുണ്ട്. ഈ സമൂഹം എന്നുള്ളത് ഒരു മുത്തശ്ശിയുടെ കരിമ്പടം പോലെയാണ്. അവർ പറയുന്നതൊക്കെ കേട്ടിരുന്ന ആ കരിമ്പടത്തിനുള്ളിൽ നമുക്കൊരിടം ഉണ്ടാവും, വളരെ സുരക്ഷിതമായി നമുക്ക് ഇരിക്കാവുന്ന ഒരു ഇടം. അതിൽ നിന്ന് നമ്മളൊരു ഇത്തിരി മാറി നോക്കി കരിമ്പടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഊഷ്മളതയിൽ നിന്ന് നമ്മൾ പുറത്താവും. ഒരിക്കൽ പുറത്താവാനേ ബുദ്ധിമുട്ടുള്ളൂ. ഒരിക്കൽ പുറത്തായ പിന്നെ എന്നേക്കും പുറത്ത് ആരെങ്കിലുമൊക്കെ വന്ന് തോണ്ടിക്കുറി വെച്ച് എവിടെയെങ്കിലുമൊക്കെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അത് ആ പേടിക്ക് വേണ്ടി എന്തിനാ വെയിറ്റ് ചെയ്യുന്ന? സ്വയം പുറത്താവുക. ചെറുപ്പത്തിലെ ഒരു 10, ഞാൻ അവയോടൊക്കെ പറയാറ്, ഈ പ്രായത്തിലാണ് എനിക്ക് പുറത്താവാൻ ഏറ്റവും നല്ലത്. വേ ടു ഗെറ്റ് സ്റ്റങ് ഈ പ്രായത്തിലായാൽ ദെൻ യുവർ ലൈഫ് ഇസ് മെയ്ഡ്. നമ്മളെല്ലാവരും ജയിക്കണം, എല്ലാവരും ജീവിക്കണം എന്ന് ലോകത്തിന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിർബന്ധമുള്ളൂ അല്ലേ? അപ്പം അതിന് ഇപ്പോൾ പലരും ബോഡി ഷേമിങ്ങിനെ പറ്റി ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറില്ലേ, ഇറ്റ്സ് ലൈക്ക് ആ ടഫ്നെസ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവണം. അത് ഉള്ളിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ, സ്വയം തിരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളിലൂടെ കുറേ കടന്നുപോയി ടഫനപ്പ് ആവുകയെ നിവൃത്തിയുള്ളൂ. പ്രൊഫഷണലായിട്ടോ കലയായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ചിലർക്ക് ജീവിതമാണ് കല. യു മേക്ക് ആർട്ട് വിത്ത് യുവർ ലൈഫ് ആൻഡ് ദിസ് ഈസ് പാർട്ട് ഓഫ്. മറ്റുള്ളവർ ജീവിച്ച് അതേപടി ജീവിക്കാനും അവർ പറയുന്നത് മുഴുവൻ കേട്ട് നടക്കാനാണെങ്കിൽ പിന്നെ എന്താ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത്? എനിക്ക് പറ്റിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും ഞാൻ ജോലിക്ക് പോയില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ എനിക്ക് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എനിക്കൊരു ജോലിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മ, ആ സമയത്ത് ഇപ്പൊ ഈവൻ എന്റെ അച്ഛനും അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് വീടുണ്ടാവില്ലായിരുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒറിജിനലി പറഞ്ഞു വന്നത്. 13-14 വയസ്സിൽ നമ്മൾ റിബൽ ചെയ്ത് തുടങ്ങിയാൽ ആദ്യം തന്നെ വരേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്വരയാണ്. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കാത്തവൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതുകൾ, ഓൾ കേൾക്കാത്തവൾ താൻ തോന്നി എന്നൊക്കെ ഉള്ള ഇതുകൾ. then the first thing you crave for is independence അല്ലേ? അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങും. ആ സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് അടുത്ത ചൂട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ വരണ്ടേ, ഇനി വീട്ടിൽ നിന്ന് മാറി നിൽക്കാം, പിന്നെ ഇവർ പറയുന്നത് കേൾക്കണ്ടല്ലോ. എന്നാൽ ഇതൊക്കെ ചെയ്താലും വേറൊരു കാര്യമുണ്ട്, സ്നേഹത്താൽ നമ്മളിങ്ങനെ കെട്ടിയിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ വേറെ പ്രശ്നമുണ്ട്, ഇപ്പൊ നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു. അത് പല പാരന്റ്സും പറയുന്നത്. ഞാൻ പറയുന്ന അങ്ങനെ മരിച്ചു എന്ന് പറയുന്ന അമ്മയോടോ അച്ഛനോടോ എങ്ങനെയാ മരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് മണ്ണെണ്ണ വേണോ? ഞാൻ പറഞ്ഞില്ലേ, താങ്കൾക്ക് പറ്റുന്ന ഒരു ഇത് മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. എക്സാക്ട്ലി ഞാൻ പറയുന്നത് ഈ മരിച്ചു പോകുന്ന് പറയുന്ന, ഇപ്പൊ നമ്മുടെ ആ സിനിമയിൽ എന്തിട്ടാണ് ജോജുവിന്റെ സിനിമയില് കേറിയിട്ട് പുളിയുറുമ്പ് കടിച്ച് മരിക്കുന്ന പോലെ. ഇത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതില് പലരും വീഴാണേ. അല്ല, ഞാൻ പറയുന്നത് ആ പ്രായം. അതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യത്തിലും ആയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത്, ഏത് പ്രായത്തിലായാലും ഭർത്താവിന്റെ കാര്യത്തിലും അച്ഛന്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്, ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇത് ചെയ്യാൻ ഇത് നീ വികാരം കൊണ്ടും ഹൃദയം കൊണ്ടും സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് എന്റെ തല കൊണ്ടാണ്. അതാണ് വികാരമാണ്. പക്ഷെ ഒരുപാട് പേർക്ക്, ഒരു 3/4 ആൾക്കാർ വികാരം കൊണ്ടും മനസ്സുകൊണ്ടാണ് സംസാരിക്കുന്നതും ഡിസിഷൻ എടുക്കുന്നതും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ധൈര്യം ഇല്ല. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ധൈര്യമല്ല അത്. ഞാൻ പറയുന്നത് അത് ധൈര്യമല്ല എന്നാണ്. അത് ഇറ്റ്സ് ലൈക്ക് 2 ലെവൽ ഓഫ് തിങ്കിങ് അല്ലേ. ഒന്ന്, നമ്മൾ ചില കാര്യങ്ങൾ ആലോചിച്ച് ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ മരിച്ചു പോകുന്ന പറയുന്നത്, അങ്ങനെ മരിക്കാനുള്ള ആൾക്കാരാണ് ഇപ്പോൾ മരിക്കുകയാണ് നല്ലത്. കാരണം ഞാനിനി ഇത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ അല്ലെങ്കിൽ ഇവള് പിടിവിട്ടു പോയി, വെറുതെ എന്തിനാ ഞാൻ ചത്തിട്ട് എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ
അത് വിചാരിച്ച് എന്റെ ഉറക്കം പോവില്ല. എന്റെ ഉറക്കം പോകും. അതാണ് എനിക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ആദ്യത്തെ വിവാഹത്തിലാണെങ്കിലും പലപ്പോഴും ആദ്യത്തെ വർഷം തന്നെ ഞാൻ വിവാഹമോചനം നേടേണ്ട ആളായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ മരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൈ മുറിക്കാനുള്ള ബ്ലേഡ് എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെന്താണെന്ന് വെച്ചാൽ പേടിച്ചു പോകും. കാരണം അങ്ങേര് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, അത് എങ്ങനെ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളില് കുറ്റബോധങ്ങൾ അതിജീവിക്കാൻ നമ്മള് അല്ല ഇനി അങ്ങനെ വേണം. ഇന്നത്തെ പഠിക്കണം. ഇപ്പൊ അല്ലാതെ കുറ്റബോധമായിട്ട് ജീവിക്കേണ്ടി വരും എന്ന ഭയം കൊണ്ട് ഇന്ന് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്ത എന്ന് പറഞ്ഞാൽ ആ കുറ്റബോധം വേറൊരാളെ പ്രേരിപ്പിച്ചു എന്നുള്ളതല്ല. കുറ്റബോധം വേറൊരാളുടെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങി കൊടുത്തു എന്നുള്ളതാണ് അവിടെ. അല്ലേ ഞാൻ ചിലപ്പോൾ പലതും നിസ്സാരവൽക്കരിക്കുന്നുണ്ടാവും. കാരണം പ്രിവിലേജ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആൻഡ് ഐ ആം എക്സ്ട്രീംലി പ്രിവിലേജ് ടു ഹാവ് എ വെരി അക്കോമഡേറ്റിംഗ് ഫാമിലി. അച്ഛനും അമ്മയാണെങ്കിലും നേർക്ക് നേരെ 14-15 വയസ്സിൽ വളരെ എന്താ പറയുക ഏറ്റുമുട്ടാവുന്ന രീതിയിൽ ഏറ്റുമുട്ടുകയും അങ്ങനെ രണ്ടാളുടെയും അതിർവരമ്പുകൾ എവിടെയെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു അച്ഛനും മകനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഹാവ് എൻ ഇഷ്യൂ. ഇപ്പോൾ ഒരു പ്രായം വരെ അതാണ് ഇപ്പൊ ജാന്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അത് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇങ്ങനെ ഞാൻ എന്നെ കല്യാണം കഴിച്ച് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കില്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്റെ വീട്ടിൽ വന്നിട്ടുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാ പാരന്റ്സും അങ്ങനെ ആയിരിക്കില്ല ജാനെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു മോൾഡിങ് അല്ലേ. ഇപ്പൊ എല്ലാ പാരന്റ്സും നമ്മൾ ഈ ഭൂമിയിലോട്ട് ഇറക്കി വിടുമ്പോൾ നമുക്ക് സ്വയം വളരാൻ മാത്രമല്ല നമുക്കുള്ള ഉത്തരവാദിത്തം ചുറ്റുമുള്ളവരെ വളർത്താനും കൂടിയാണ്. അങ്ങനെ പക്ഷെ വേറൊരു പാരന്റ് ചെയ്യണം, അങ്ങനെ തോന്നിയായ മോനെ വീട്ടിൽ കയറണ്ടെന്ന് പറയുന്ന പാരന്റ്സ് ആവാം. എക്സാക്ട്ലി. സോ അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തൊട്ട് വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു മകൻ കൂടിയാണ് ഞാൻ. രണ്ടുപേരും അങ്ങനെ പരസ്പരം ആവണേ. ഒരാള് താന്നു പോയി കഴിഞ്ഞ കാര്യമില്ല. എനിക്ക് എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയുള്ള ഏറ്റവും നല്ല ഉപദേശം ശരിയെന്നത് ഒന്ന് ചെയ്യാൻ, എന്തിനും, ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു മീനിങ്, ദാറ്റ് ഗിവ്സ് മീനിങ് ടു യുവർ എക്സിസ്റ്റൻസ്. അത് ചെയ്യാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്തിട്ട് അത് തെറ്റായി പോയാൽ അത് ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്തിട്ട് ഒരു വെദർ യു വിൽ ഗെറ്റ് ട്രാൻസ്ഫോം. നിങ്ങളും ഒരു മനുഷ്യൻ നിലയ്ക്ക് മാറും, ചുറ്റുമുള്ളവരെ അത് മാറ്റും. സോ നമ്മൾ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തിന് പ്രകാശിക്കാൻ സ്വയം അനുമതി നൽകുകയാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളാവാതെ ജീവിക്കുകയാണ്, അല്ലേ? ഇത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, ഓരോരുത്തരുടെ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് പേഴ്സണൽ യുദ്ധങ്ങളാണ്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള യുദ്ധങ്ങളാണ്. ഒരു സൈന്യത്തിൻ്റെ യുദ്ധമല്ല ഇത് ഓരോരുത്തരും അവരവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള മൊമെന്റിൽ, ഏറ്റവും ഡീപ്പായിട്ടുള്ള കോർ മൊമെന്റ്സ്, കോർ സുഹൃത്തുക്കളുമായിട്ട് കണക്ട് ചെയ്ത്. അതുകൊണ്ടാണ് വീണയുടെ ഇതിൽ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് വേണം. ഒരു മറ്റൊരാളായി നിന്നുകൊണ്ട് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞ പോലെ അത് പേഴ്സണൽ ആയിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഒരു വാല്യൂ ഇല്ല. നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഏറ്റവും എനിക്ക് എപ്പോഴും പറയാനുള്ളത് ധൈര്യപൂർവ്വം അതിനെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ട് എന്താ പറയുക ആത്മഹത്യകളിലോട്ടൊന്നും പോവാതിരിക്കുക. പണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഏതോ ഉയരങ്ങളിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരിക്കലും മരണം ഒരു അവസാന വാക്കല്ല എന്ന് നിങ്ങൾ വിചാരിക്കണം. തീരുമാനിച്ച് മനസ്സിൽ ഉറപ്പിക്കണം ഒരു നല്ല ജീവിതത്തിന് വേണ്ടി. അല്ല, ഇതിൽ വേറൊരു ഘടകമുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങടെ പോണെന്ന് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. ഇതിലും ഈ വറചട്ടിന്ന് രീതിയിലേക്ക് അവിടെ ചെല്ലുമ്പോ ഇതിലും വലിയ ആൾക്കാർ അവിടെ കാത്തിരിക്കണ്ടെങ്കിലോ അറിയില്ലല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം. പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് പോകാതിരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു തോട്ടാണ്, മരണം കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരു ധാരണ നമുക്കുണ്ട്.
മരിച്ചു ചെല്ലുന്ന വേറെ ലോകത്തിലേക്ക്. അവിടെ എന്താ ഇപ്പൊ ഉള്ള ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കുക. അതെ, ഇവിടെ തന്നെ പോസിബിലിറ്റീസ് അതെ, ഇവിടെ ഇപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ ഈ ഭൂമിയിലുണ്ട്, എവിടം വരെ എക്സ്ട്രീം വരെ പോവാം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. മരിച്ചിട്ട് നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ അത് എങ്ങനെയാണോ മറ്റേ തീയിൽ വറക്കുന്നുണ്ടോ എണ്ണയിൽ പൊരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് ധൈര്യപൂർവ്വം ജീവിതത്തെ നേരിട്ടിട്ട് നമുക്ക് മാക്സിമം ഫൈറ്റ് ചെയ്യാന്നേ, അതുമാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. പിന്നെ പെൺകുട്ടികളെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള കാര്യം നേടിയതിന് ശേഷം മാത്രം വിവാഹം എന്നുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം കഴിക്കുക. പ്രേമം ഒരു തെറ്റല്ല. ഞാൻ പറഞ്ഞ പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ചു അതേസമയം മോശമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ആ പ്രേമിച്ച ആളെ വിട്ടിട്ട് പോരും, ഒരു കുഴപ്പമില്ല. എലിസബത്ത് ടൈലർ എത്രയോ 6 or 7 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരാളെ തന്നെ 2ാമതോ 3ാമതോ കല്യാണം കഴിച്ചിട്ടുണ്ട്, റിച്ചർഡ് ബർട്ടൺ. പാരന്റ്സ് ഇത് തീരുമാനിച്ചെടുക്കുന്ന കല്യാണങ്ങൾ എത്ര കല്യാണങ്ങളാണ് മോശമായി പോകുന്നത് അല്ലെ? അപ്പൊ അവരാണെങ്കിലും നമ്മളാണെങ്കിലും നമുക്ക് ആരും അറിയില്ല. ഒരു തീരുമാനത്തിന് അത്ര നിങ്ങളാരും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആൾക്കാരല്ല നമ്മളും ആരും. സോ നമ്മുടെ ഒരു തീരുമാനം എപ്പോൾ വേണമെങ്കിൽ തെറ്റാം. ഇന്ന് ശരിയെന്ന് തോന്നുന്നത്, ഏറ്റവും ശരിയെന്ന് തോന്നുന്നത് നാളെ തെറ്റാവാം. ഇന്ന് പൊട്ടത്തര എന്ന് തോന്നുന്നത് നാളെ വലിയ ശരിയാവാം. അപ്പൊ അതില് അതാണ് കാലികമായ പ്രസക്തി മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും തോറ്റ് പിന്മാറരുത് മക്കളെ, അത്ര മാത്രമേ ചേച്ചിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനിതിൽ ആധികാരികമായിട്ട് ഞാനോ ജാൻചേട്ടനോ ഞങ്ങൾക്ക് പറയാനുള്ള അർഹതയൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും നമ്മുടെ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച കാരണം മാത്രമാണ് ഇന്ന് ഞാനും ജാൻചേട്ടനെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ആ യുദ്ധം തുടങ്ങി വെച്ചാൽ പിന്നെ കിടന്നാൽ ഉറക്കം വരാത്ത രീതിയില്ല, അപ്പോഴും ഒരു രസം വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ സ്വന്തം ജീവിതം നിങ്ങൾ നന്നായി ജീവിച്ച് നമ്മൾ കരുത്തുറ്റ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക, തോൽക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, ഇറ്റ് ഈസ് എ ലോങ് ഡ്രോൺ ഔട്ട്. ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന യുദ്ധമൊന്നുമല്ല ഇത്. വളരെ ഏകാന്തമായ യുദ്ധമാണ്, വളരെ ഒറ്റപ്പെടുത്തുന്ന, സമൂഹത്തിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നായാലും ഒക്കെ തെറ്റിദ്ധരിക്കലുകളും ഒക്കെ ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കുത്തുവാക്കുകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന യുദ്ധമാണ്. പക്ഷെ അത് നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യണം നല്ലത്. അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ ഏറ്റവും അടുത്തുള്ളവരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. അതൊക്കെ അതാണ് നമുക്ക്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ശത്രുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മൾ പല അറിയാത്ത ആൾക്കാരിൽ നിന്ന് കുത്തുവാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അത് ആരോ എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളെ പറ്റി പറയുന്ന മോശമായ വാക്കുകളും അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കണേ. അതൊരു ഇതല്ലേ, ചിലപ്പോ അത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചല്ലോ. ഇങ്ങനെ ഒരു അനുഭവം അവരുടെ ട്രൂ കളർ പുറത്തു കൊണ്ടുവന്നു. ഒരു പരിചയം ഇല്ലാത്ത, നമ്മള് പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരിൽ നിന്നാണ് ഏറ്റവും വലിയ ഹെൽപ്പ് വരുന്നത്. സോ അത് പ്രപഞ്ചം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിധിയായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ നിധി എന്ന് കരുതിയതാവില്ല പലപ്പോഴും നിധി, അല്ലേ? അത് സത്യം. അതാണ്. ഇമോഷണൽ ആയി പോയി. അപ്പോൾ ബൈ.